പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നത് യാദൃശ്യമല്ലെന്ന് വിശ്വസിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ ആരോടും പറയാൻ കഴിയാത്തൊരു വിഷമമുണ്ടായിരിക്കാം. കുടുംബത്തെക്കുറിച്ചുള്ള ഒരു വിഷമം, സാമ്പത്തിക ബുദ്ധിമുട്ട്, മക്കളെക്കുറിച്ചുള്ള ആശങ്ക, ഭാവിയെക്കുറിച്ചുള്ള പേടി, അല്ലെങ്കിൽ ആരും അറിയാത്തൊരു വേദന. എന്തുതന്നെയായാലും ഈ നിമിഷം അതെല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ കണ്ണുനീർ ദൈവം കാണുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അതിനാൽ കുറച്ചു നിമിഷങ്ങൾ മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ച് നമുക്ക് യേശുവിന്റെ സന്നിധിയിൽ ആയിരിക്കാം. കരുണാമയനായ ഈശോയെ, ഈ നിമിഷം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വരുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന എല്ലാ ഭാരങ്ങളും അങ്ങയുടെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വീടുകളിൽ സമാധാനം നിറയിക്കണമേ. ഇന്നീ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തിയെയും പ്രത്യേകം ഓർക്കണമേ. അവരുടെ ഹൃദയത്തിലെ വേദന അങ്ങ് അറിയുന്നുവല്ലോ. പറയാൻ കഴിയാത്ത സങ്കടങ്ങൾ അങ്ങ് അറിയുന്നു. മറ്റുള്ളവരോട് പറയാൻ കഴിയാത്ത കണ്ണുനീറങ്ങ് കാണുന്നു. ആരും മനസ്സിലാക്കാത്ത സാഹചര്യങ്ങൾ പോലും അങ്ങേക്കറിയാം. യേശുവേ, ഞങ്ങളെ കൈവിടരുതേ. കർത്താവെ, ഭയപ്പെടുന്നവർക്ക് ധൈര്യം നൽകണമേ. നിരാശയായവർക്ക് പ്രത്യാശ നൽകണമേ. തളർന്നു പോയവർക്ക് ശക്തി നൽകണമേ. ഒറ്റപ്പെട്ടതായി തോന്നുന്നവർക്ക് അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇടയാക്കണമേ. എൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നും ശരിയാകില്ല എന്ന് കരുതുന്ന ഹൃദയത്തിൽ പുതിയ പ്രത്യാശ ഉണർത്തണമേ. യേശുവെ, ഞങ്ങളുടെ പ്രത്യാശ അങ്ങിൽ മാത്രമായിരിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഭർത്താവിനെയും ഭാര്യയെയും അനുഗ്രഹിക്കണമേ. മക്കളെ കാത്തുകൊള്ളണമേ. മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. കുടുംബത്തിൽ തെറ്റിദ്ധാരണകളും വഴക്കുകളും ഉണ്ടെങ്കിൽ അവിടെ സ്നേഹവും ക്ഷമയും സമാധാനവും വളരാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ വീടുകൾ പ്രാർത്ഥനയുടെ ഭവനങ്ങളാകട്ടെ. യേശുവെ, ഇന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെയും അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നു. ജോലി തേടുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കുവാൻ വഴികാട്ടണമേ. ജോലി ചെയ്യുന്നവർക്ക് അനുഗ്രഹം നൽകണമേ. കടബാധ്യതകളിലും സാമ്പത്തിക സമ്മർദ്ദങ്ങളിലും കഴിയുന്നവർക്ക് ജ്ഞാനത്തോടെയും ഉത്തരവാദിത്വത്തോടെയും മുന്നോട്ടു പോകുവാനുള്ള വഴി കാണിച്ചു തരണമേ. കർത്താവെ, ഞങ്ങളുടെ ആവശ്യം അങ്ങറിയുന്നു. അങ്ങയുടെ ഹിതപ്രകാരം ഞങ്ങളെ നയിക്കണമേ. രോഗികളായിരിക്കുന്ന എല്ലാവരെയും ഓർക്കണമേ. അവരുടെ ശരീരത്തിനും മനസ്സിനും ആശ്വാസം നൽകണമേ. ചികിത്സയിലൂടെ കടന്നു പോകുന്നവർക്ക് ധൈര്യം നൽകണമേ. അവരെ പരിചരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും ശക്തി നൽകണമേ. ഡോക്ടർമാർക്കും നഴ്സുമാർക്കും എല്ലാവർക്കും ജ്ഞാനം നൽകണമേ. കർത്താവെ, ഞങ്ങളുടെ ആരോഗ്യവും ജീവിതവും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇപ്പോൾ ഈ പ്രാർത്ഥന കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയൊരു പ്രാർത്ഥനാ നിയോഗം ദൈവത്തോട് പറയൂ. ശബ്ദത്തിൽ പറയാൻ കഴിയുന്നില്ലെങ്കിൽ പോലും മനസ്സിൽ പറയൂ. യേശുവേ, എൻ്റെ ഈ ആവശ്യം അങ്ങയുടെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. ഒരു നിമിഷം നമുക്ക് നിശബ്ദരാകാം. നിങ്ങളുടെ വിഷമം ദൈവത്തോട് പറയൂ. യേശുവെ, ഞങ്ങൾ ചോദിക്കുന്നതെല്ലാം ഞങ്ങളുടെ ആഗ്രഹപ്രകാരം തന്നെ നടത്തണമെന്നില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും നല്ലത് അറിയുന്ന പിതാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടത് നൽകണമേ. ഞങ്ങൾക്ക് നല്ലത് ചെയ്യണമേ. ഞങ്ങൾ പോകേണ്ട വഴിയിൽ ഞങ്ങളെ നയിക്കണമേ. വാതിലുകൾ അടഞ്ഞതായി തോന്നുമ്പോൾ പോലും പ്രത്യാശ കൈവിടാതിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രാർത്ഥനയ്ക്ക് ഉടൻ ഉത്തരം ലഭിക്കാത്തപ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ കൃപ നൽകണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഇന്നത്തെ ഈ സാഹചര്യം നിങ്ങളുടെ മുഴുവൻ ജീവിതത്തിന്റെ അവസാന വാക്കല്ല. ഇന്ന് നിങ്ങൾ കരയുന്നുണ്ടെങ്കിൽ നാളെ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഇന്നത്തെ ബുദ്ധിമുട്ട് കണ്ടിട്ട് പ്രത്യാശ ഉപേക്ഷിക്കരുത്. ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ദിവസം മുഴുവനും മുന്നോട്ട് പോകാം. പ്രാർത്ഥിക്കാം, ശ്രമിക്കാം, നല്ല തീരുമാനങ്ങൾ എടുക്കാം, ആവശ്യമായ സഹായം തേടാം, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും കർത്താവെ, ഞാൻ അങ്ങയുടെ കൈകളിൽ ആണ് എന്ന് പറയാൻ കഴിയട്ടെ. കരുണാമയനായ ഈശോയെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങളെ കാത്തുകൊള്ളണമേ. അവരുടെ വീടുകളിൽ സമാധാനം നിറയിക്കണമേ. അവരുടെ കണ്ണുനീർ തുടയ്ക്കണമേ. അവരുടെ ഹൃദയങ്ങളിൽ പ്രത്യാശ നിറയിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അങ്ങയുടെ തിരുമനസ്സിന് സമർപ്പിക്കുന്നു. യേശുവിന്റെ തിരുനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗം കമൻ്റായി എഴുതാം. മറ്റൊരാൾക്ക് ഈ പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ അവരിലേക്കും ഇത് ഷെയർ ചെയ്യാം. ഇനിയും ഇത്തരം പ്രാർത്ഥനകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമാധാനത്തിലും സ്നേഹത്തിലും കാത്തുകൊള്ളട്ടെ. ആമേൻ.